പേര് 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 പറയാൻ ആഗ്രഹിക്കുന്നില്ല. പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. വിശ്വാസി തന്നെ അതോ ഇപ്പോ? അല്ല, ഞാൻ ഇതിലേക്ക് വന്ന ഒരാളാണ്. ഓ ഓ അത് ശരി. അപ്പൊ ഇപ്പൊ എന്നിട്ട് എന്താണ് അവസ്ഥ? പറഞ്ഞോളൂ, എന്താ വിളിച്ചേ? അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്ത്. ഇപ്പൊ വന്ന് പെട്ടു. പെട്ടെന്ന് ചോദിച്ചാൽ കുറെ നെഗറ്റീവ്സ് ഉണ്ട്, ഇച്ചിരി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്നാലും ഇപ്പൊ ഞാൻ ഒരു 10-23 വയസ്സ് വരെ ജീവിച്ച ഒരു മതം ഉണ്ടല്ലോ എനിക്ക്. അല്ല, ഞാൻ ഒരു ഹിന്ദു ആയിരുന്നു. അപ്പൊ അങ്ങനെ ഇത്രയും മ്ലേച്ഛമായിട്ടാണ് ഇവരൊക്കെ കാണുന്നത് എന്നൊക്കെ കേൾക്കുമ്പോഴേ അതിങ്ങനെ അറിയുമ്പോ നമുക്ക് വല്ലാത്ത പ്രയാസം. അതൊന്ന് പറഞ്ഞത് എങ്ങനെയാണ് ഈ ഹിന്ദു മതവിശ്വാസം അല്ലെങ്കിൽ ഇസ്ലാം ഇതര വിശ്വാസികളെ എങ്ങനെയാണ് കാണുന്നത് എന്ന് നിങ്ങളെ ഞെട്ടിപ്പിച്ച ആ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഒന്ന് നരകം സ്വർഗം എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അതായത് ഇവരെല്ലാം അതായത് പിന്നെ മുസ്ലിങ്ങളായിട്ടുള്ള വ്യക്തികൾ ഫുള്ള് വെറുതെ എടുത്ത് നരകത്തിക്ക് ഇടാനുള്ള ആളുകളാണ് എന്നുള്ളൊരു വിശ്വാസം. അവരിനിപ്പോ എന്ത് നന്മ ചെയ്താലും തിന്മ ചെയ്താലും ഒക്കെ നരകത്തിക്ക് പോകാനുള്ളവരാണ്. രണ്ടാമത്തേത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് എനിക്കുണ്ടായ കുറെ അനുഭവങ്ങളുണ്ട്. അതായത് അവിടെ ചെന്ന് കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഹിന്ദുക്കളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് അവർ എങ്ങനെയാണ് ഇവരെ വിചാരിച്ചു വെക്കണമെന്ന് അറിയുമ്പോൾ എന്നൊക്കെ അങ്ങനെയായിരുന്നു. അതായത് ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം എന്റെ അമ്മായിമ്മ കഴിക്കില്ല, ഞാൻ ഭക്ഷണം ഉണ്ടാക്കി വൃത്തിയില്ല, അതുപോലെ ഞാൻ ഹിന്ദുക്കൾ ഫുള്ള് കൂടോത്രത്തിന്റെ ആളുകളാണ്, എന്നെ അങ്ങനെയായിരുന്നു കണ്ടിരുന്നത്. പിന്നെ ഒരു പൊട്ട് തൊട്ടൊരു സ്ത്രീ ഉള്ള സ്ഥലത്ത് നിന്ന് എന്റെ അമ്മായിമ്മ ഭക്ഷണം കഴിച്ചിട്ടായിരുന്നു. അവർ അപ്രീതായിട്ടാണ് മറ്റുള്ള മതത്തെ കാണുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാ. ഇപ്പൊ ഞാൻ അവിടെ ഇല്ല, ജീവിക്കുന്നതിന് അവിടെ ഇല്ല. ഇത് പറയുന്നത് ലൈവിലാണ് കേട്ടോ. കുഴപ്പമില്ല. പറയണ്ടേ? അതെ അതെ, പറഞ്ഞു. ആളുകൾ അറിയാൻ വേണ്ടി തന്നെയാണ് ഞാനും ഇത് പറയിപ്പിക്കുന്നത്. കാരണം ഇത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ധാരണയുണ്ട്, അവരുടെ എന്തോ ഒരു മുന്തിയ ഒരു മതമാണ്, അവർ ബാക്കിയുള്ളതൊക്കെ വളരെ മോശം, ഞങ്ങൾ മാത്രമാണ് മോശമാണ്. അത് എന്റെ അച്ഛൻ മരിച്ചു. എന്റെ അച്ഛൻ എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ എന്നെ ഇന്ന് വരെ അതെ മറ്റു മതം അത് മതം ഇത് ഇങ്ങനെയൊന്നും പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ല. എല്ലാവരും ഇതുപോലെ മനുഷ്യരാണ് എന്നുള്ള രീതിയിലാണ് എന്നെ വളർത്തിക്കൊണ്ട് വന്നത്. അപ്പൊ എന്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോ നല്ലൊരു മനുഷ്യനായിരുന്നു. അപ്പൊ മരിച്ചു കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ നമുക്കടുപ്പുള്ള എന്നെ ഇവർ ചേർത്ത് പിടിക്കുന്നുണ്ടില്ല ഞാൻ പറയുന്നില്ല. അപ്പൊ പിന്നെ അപ്പൊ അവരിൽ ഒരാളോട് ഞാനിങ്ങനെ സംസാരിച്ചു, ഇങ്ങനെ എന്റെ അച്ഛൻ മരിച്ചിട്ടുണ്ട്, അപ്പൊ എന്റെ അച്ഛന് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞപ്പോ ആൾ എന്നോട് പറഞ്ഞ മറുപടി അത് അതായത് അച്ഛൻ നല്ല വ്യക്തി ആയിരിക്കാം, പക്ഷെ എന്തായാലും പോകില്ല, നരകത്തിക്ക് തന്നെ ആയിരിക്കും, അത് പടച്ചവന്റെ അടുത്താണ്, നമുക്കിപ്പോ ഒന്നും ചെയ്യാനൊന്നും പറ്റൂല. അതെ, അങ്ങനെ കുറെ കൺസെപ്റ്റുകൾ. എന്താ ഇവരെന്താണ് ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടാണ് ചെറിയ കുഞ്ഞുങ്ങളെ പോലും അവരെന്ത് ചെയ്യുന്നത് പുറത്തോട് ഈ പൊതു സമൂഹത്തേക്ക് വിടുന്നത്. ഈ കുട്ടികളൊക്കെ മറ്റുള്ള ഇപ്പൊ നീ ഹിന്ദു ആണോ നീ മുസ്ലിമാണോ ഇങ്ങനെ ചോദിക്കുവര് കുട്ടികള്. ഇപ്പൊ എന്റെ കൂടെ പിന്നെ ഇപ്പൊ മതം മാറാൻ പോയ സമയത്തുണ്ടായ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അപ്പൊ പൊന്നാനിയിൽ എന്താണ് ഈ മതം മാറ്റം എന്ന് പറഞ്ഞു? ആൾക്കാർക്ക് ആർക്കും അറിയില്ല, നമുക്കും അറിയില്ല, നമ്മൾ പൊന്നാനി പോകേണ്ട ആവശ്യം വന്നിട്ടില്ലല്ലോ. പൊന്നാനിയില് പോയി മതം കറക്റ്റ് സ്ഥലവും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പൊ അവിടെ ആരാണ് പൊന്നാനിയിൽ? അവിടെ കുറെ ആളുകളുണ്ട്. ഇതിനൊരു പിന്നെ ബിൽഡിംഗ് തന്നെ ഇതിനായിട്ടുണ്ടല്ലോ മതം മാറ്റാനായിട്ട്. അപ്പൊ ഞാനൊക്കെ ചെല്ലുന്ന സമയത്ത് ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ മതം മാറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു കൂട്ടുകാരി ഉണ്ട്. അപ്പൊ അവളുടെ മോനൊക്കെ പഠിക്കുന്ന ഒരു തിരൂർ ഭാഗത്തൊക്കെയാണ്. അപ്പൊ അവിടെ മദ്രസകളിൽ നിന്നൊക്കെ പിന്നെ ഈ കുട്ടിയുടെ സ്കൂളിൽ നിന്ന് മറ്റു കുട്ടികൾ പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പൊ ഒരു ഹിന്ദുക്കുട്ടീനെ കണ്ട് അവനോട് കൂട്ടുകൂടരുത് എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അവൾ എന്നോട് പറയാ ആ ഹിന്ദുക്കുട്ടീനെ അവളുടെ മോന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കിയോള് ഇങ്ങനെ പറഞ്ഞപ്പോ. അപ്പൊ നമ്മൾ ഇതിൽ ചെന്ന് കഴിയുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവുന്നത്. അപ്പൊ നമുക്ക് ഭയങ്കര വിഷമം തോന്നുകയാണ്, ഇങ്ങനെയാണല്ലോ ഇങ്ങനെ കാണുന്നത്, മറ്റുള്ള ഓരോ മനുഷ്യരെയും ഇങ്ങനെയൊക്കെ വേർതിരിച്ചുകൊണ്ടാണല്ലോ കാണുന്നത് എന്നൊക്കെ ചിന്തിക്കുമ്പോഴേ നമുക്ക് വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പൊ പിന്നെ ഇപ്പൊ ഈ കോയാക്കോളിലൂടെ നിങ്ങൾ കുറെ ചാനലിലും ചർച്ചകളിലൊക്കെ പോകുന്നുണ്ടല്ലോ അല്ലെ, ഞാൻ കാണാറുണ്ട്. അപ്പൊ നിങ്ങൾ ഇനിയുള്ള പെൺകുട്ടികളോട് മറ്റുള്ള മതത്തിലെ പെൺകുട്ടികൾ ഇങ്ങനെ പ്രണയിച്ച് മതം മാറി പോകുന്നുണ്ട്. അപ്പൊ പോകുമ്പോ ആ കുട്ടികളോട് പറയാനേ ഒരിക്കലും പോവരുത് നിങ്ങൾ പറയണം. അങ്ങനെ ഒരു ചർച്ച കൊണ്ടുവരുന്നുണ്ട്. അതിപ്പോ എന്റെ പ്രണയം ഒരു ലവ് ജിഹാദോ അങ്ങനെയൊന്നും അല്ല. ഒരു അറിവില്ലാത്ത പ്രായത്തിൽ തോന്നി പോകുന്ന പൊട്ടത്തരങ്ങളാണ് രണ്ടുപേരെ സംബന്ധിച്ചത്. പിന്നെ നിങ്ങൾ മാത്രം മതം മാറേണ്ടി വന്നു? നമുക്കറിയത്തില്ല, നമ്മൾ നല്ലൊരു ജീവിതം പ്രതീക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത്. പക്ഷെ ചെന്ന് കഴിഞ്ഞിട്ടും പിന്നെയാണ് ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. പിന്നെ നമ്മൾ മനുഷ്യരെ അല്ല എന്നുള്ള രീതിയാണ്. അപ്പോ ആരാ നിർബന്ധിച്ച മതം മാറാൻ? അതായത് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ മതം മാറണം. അങ്ങനെ പറഞ്ഞു. അവരുടെ വീട്ടിലേക്ക് അവർ നമ്മളെ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹസ്ബൻഡ് ഇപ്പൊ വലിയ വിശ്വാസിയാണോ? വിശ്വാസിയാണ്, പക്ഷെ ആൾക്ക് അങ്ങനെ ഭയങ്കര എന്താ പറയാ മറ്റുള്ളവർ എങ്ങനെ അവഹേളിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആൾക്ക് വലിയ താല്പര്യം. നിങ്ങളിപ്പോ വേറൊരു താമസം മാറിയ ഒരു ഒറ്റയ്ക്കാണ് നിങ്ങൾ രണ്ടുപേരും കൂടി ജീവിക്കണം, നിങ്ങൾ കുടുംബമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മതം ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥ ആൾ സമ്മതിക്കും, അല്ലെങ്കിൽ തിരിച്ച് നിങ്ങൾ ഹിന്ദു മതത്തിലേക്ക് പോകുന്ന അവസ്ഥ? അത് സമ്മതിച്ചൊന്നും വരില്ല. മക്കളുണ്ട്. അപ്പൊ അവരുടെ അത് അവരുടെ ഉപ്പാന്റെ തന്നെയാണ്. പക്ഷെ ഞാൻ എന്റെ മക്കളെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിച്ചാലും നിങ്ങൾ അതിനകത്തുള്ള ആചാരങ്ങൾ ഉണ്ടാവില്ല, പ്രാർത്ഥനകളും കാര്യങ്ങളും നിങ്ങൾ ചെയ്തോ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ എല്ലാവരെയും നമ്മൾ ഒരുപോലെ കാണാം. നമ്മളെ പോലെയുള്ള മനുഷ്യർ തന്നെയാണ് മറ്റുള്ളവരെന്ന് നിങ്ങൾ കാണുക. ആരും വേർതിരിച്ച് കാണാതിരിക്കുക, സ്നേഹത്തോടെ പെരുമാറുക എല്ലാവരോടും. അപ്പൊ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം, അത് നല്ല കാര്യം. അപ്പൊ നിങ്ങൾ ഈ ഉപദേശം കൊടുക്കണം എന്ന് പറയുമ്പോൾ ഒരു ഹിന്ദു പെൺകുട്ടി ഒരിക്കലും ഒരു മുസ്ലിം ആയ ഒരാളെ പ്രണയിക്കരുതെന്നാണോ പറയുന്നത്?
പോയി കഴിഞ്ഞാൽ പഠിക്കും. അതുകൊണ്ടാണ്. അല്ല, ഇങ്ങനെ ആയിക്കൂടെ? അതായത് അവരവർ വിശ്വസിക്കുന്ന മതത്തിൽ നിന്നുകൊണ്ട് ഒരു ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉറപ്പാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിമിനും ഹിന്ദുവിനും ഇതേപോലെ പരസ്പരം ആണെങ്കിലും പെണ്ണെല്ലാം അങ്ങോട്ട് കല്യാണം കഴിക്കുന്നത് എന്താ തെറ്റ്? അത് ഇല്ല, തെറ്റില്ല. അത്രയും നല്ല വിശാല മനസ്കതയും തുടർന്ന് മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ കല്യാണം കഴിക്കട്ടെ. അപ്പോൾ കൊടുക്കാവുന്ന ഉപദേശം എന്ന് പറയുന്നത്, അങ്ങനെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾ ഹിന്ദു ആണ് എന്നുണ്ടെങ്കിൽ ഹിന്ദു പെൺകുട്ടികൾ മുൻകൂട്ടി തന്നെ കാര്യം പറയണം. അതായത് മതം മാറില്ല, മതം മാറിക്കൊണ്ട് അങ്ങനെ ഒരു നിർബന്ധം അതിനകത്ത് വരുമെന്നുണ്ടെങ്കിൽ അപ്പൊ ആ ബന്ധം പറയണം, തീരണം. അത് മാത്രമല്ല, കുട്ടികൾ ആദ്യം വിദ്യാഭ്യാസം, ജോലി, ഇതിനൊക്കെ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. ഈ പ്രണയത്തിനും വിവാഹത്തിനും ഒന്നും അല്ലാണ്ട് കൂടുതൽ ജോലി, പിന്നെ വിദ്യാഭ്യാസം, ഇതിനൊക്കെ ഒരു ഇൻകം, എപ്പോഴും ഒരു നമുക്കൊരു ഇൻകം വേണം. അല്ലാണ്ട് കെട്ടിയെ നോക്കുന്ന രീതിയിൽ പോകും ചെയ്യരുത്. പിന്നെ ഈ മതം മാറും, ഏത് മതസ്ഥരായാലും പരസ്പരം മതം മാറാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത്. കാസ്റ്റ് മാരേജ് അങ്ങനെ പോവുക. അല്ലാത്ത പക്ഷം വിവാഹത്തോടെ തന്നെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുന്ന ആൾത്തോടെ ഒറ്റയ്ക്ക് ജീവിക്കുക. ഓക്കെ. അല്ല, അത് ഓരോ ആളുകളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു താല്പര്യമാണ്. വിവാഹം വേണോ വേണ്ടയോ എന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ. പക്ഷേ ഈ ഒരു ആവശ്യം, അതായത് മുസ്ലിം പുരുഷന്മാരെ പെൺകുട്ടികൾ പ്രണയിക്കുന്ന സമയങ്ങളിൽ കല്യാണത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു മതമാറ്റം എന്ന് പറയുന്ന സാധനം ഒരു ഡിമാൻഡായിട്ട് വെക്കുന്നുണ്ടെങ്കിൽ ആ ബന്ധം ഒഴിവാക്കുന്നതാണ് നല്ലത്. അതന്നെയാണ് ഞാൻ പറയാം. അത് പിന്നെ ഏത് വിശ്വാസമാണ്. ഇപ്പൊ ഹിന്ദു മതത്തിലേക്ക് പോകുമ്പോഴും ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോകുമ്പോൾ ഈ പ്രവണത നമ്മൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ക്രിസ്ത്യാനിയായി മാറണമെന്ന് നിർബന്ധിക്കുന്ന അവസ്ഥ, അതും തെറ്റ് തന്നെയാണ്. രണ്ടും നമ്മളിവിടെ, കാരണം അങ്ങനെ ഒരു ആവശ്യം ഹിന്ദു മതത്തിൽ വെക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഒരു മുസ്ലിം പെൺകുട്ടി ഇനി മുസ്ലിം പെൺകുട്ടികൾ ഹിന്ദു മതത്തിലേക്ക് വരുമ്പോൾ അവർ സ്വമേധയാ മതം മാറും. അതാണ് രസം. കാരണം അവരെ സംബന്ധിച്ചുള്ള അതൊരു ലിബറേഷനാണ്. ഇവിടെ നിബന്ധനകളില്ല ഹിന്ദു മതത്തിൽ. അതാ പറഞ്ഞത്, ഒരു ലിബറേഷൻ ആയിട്ടാണ് അവർ അമ്പലത്തിൽ പോകണം നിബന്ധനയില്ല, നീ ഇന്ന ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കണം നിബന്ധനയില്ല, ഒന്നുമില്ല. ജീവിച്ചാൽ മതി, അവരുടെ കാര്യം നോക്കിയാൽ ജീവിക്കുക. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കുറ്റം പറയാൻ സമയമില്ല. പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല. പിന്നെ വേറൊരു കാര്യം എന്നെ ഏറെ വിഷമിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ചാല്, മരിച്ച ശേഷം നമ്മളൊരു സ്നേഹത്തിന്റെ പേരിലായിരിക്കും നമ്മളൊരു വ്യക്തിനെ കാണാൻ പോകുന്നത്. അതായത് അയാളുടെ ആശയം നമുക്ക് അന്നേ കാണാൻ പറ്റുള്ളൂ, പിന്നെ ഒരിക്കലും അയാളെ കാണാൻ പറ്റില്ല, മരിച്ച മയ്യത്തിനെ. അപ്പൊ പോകുന്ന സമയത്ത് പണ്ടൊക്കെ ഞാൻ വിശ്വസിച്ചിരുന്നത് അത് അവരുടെ വിശ്വാസം എന്നായിരുന്നു, അതായത് അവരുടെ മതത്തിന്റെ വിശ്വാസം എന്നായിരുന്നു. പിന്നെ അതെ, കാണാൻ സമ്മതിക്കും. അതായത് പിന്നെ ഇത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മയ്യത്തിന് മുസ്ലിംസ് ആയിട്ടുള്ള വ്യക്തികൾ കാണാൻ പറ്റില്ല. അതുപോലെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞ ശേഷം ഇരിക്കുന്ന സ്ത്രീകളുണ്ടല്ലോ, അവരെ അതുപോലെ പിന്നെ അതായത് മുസ്ലിങ്ങളായ സ്ത്രീകൾ പോലും കാണാൻ പറ്റില്ല എന്നുള്ള കുറെ വിശ്വാസങ്ങൾ. അപ്പൊ ഞാൻ അന്ന് വിചാരിച്ചിരുന്നത്, അതായത് ഈ ഇടയിലേക്ക് ഞാൻ പോവാതിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് ഇത് അവരുടെ വിശ്വാസം, അത് അവരങ്ങനെ പോട്ടെ. പക്ഷെ ഇതിനകത്ത് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇവര് ഈ കാഫറുകളാണ്, ഇവർ കണ്ടു കഴിഞ്ഞാൽ അറാമാണ്. അത് കണ്ടു കഴിഞ്ഞാൽ പടച്ചോനത് ഇഷ്ടപ്പെടുന്നില്ല, പടച്ചോൻ പോലും ഇവരെ വളരെ നിർകൃഷ്ട ജീവികളായിട്ടാണ് കാണുന്നത് എന്നൊക്കെയാണ് ഇവരുടെ വിശ്വാസങ്ങൾ. അപ്പൊ എന്താ പറയാ, ഇല്ല, അത് ഡിസ്കസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ചെറിയ കുട്ടികളാണ് ചെറിയ കുട്ടികളാണ്. പക്ഷെ അവർക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നത്. പിന്നെ അപ്പൊ ഇപ്പൊ ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത്, ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ, അതായത് അന്ന് ഞാൻ എന്റെ അമ്മ കൂടെ ഉണ്ടാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, തട്ടൊന്നും ഉപയോഗിക്കില്ല. കാരണം ഇത് നമുക്കൊരു നാണക്കേടാണല്ലോ, മറ്റുള്ളവർ ഇങ്ങനെ ചോദിക്കും. അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു സ്ത്രീ പറയുന്ന ചെവികൊണ്ട് കേട്ടതാണ്, അതായത് പിന്നെ അതായത് മുസ്ലിങ്ങളായ സ്ത്രീകൾ പിന്നെ മുസ്ലിങ്ങളായ സ്ത്രീകളുടെ ശരീരം കണ്ടു കഴിഞ്ഞാൽ അത് അറാമാണ് എന്നുള്ളത്, ആണുങ്ങൾ കാണുന്ന പോലെയാണ്, പുരുഷന്മാർ കാണുന്ന പോലെയാണ് എന്നൊക്കെ. അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു. അപ്പൊ ഞാൻ ചോദിക്കും, എന്ന് ഇവരെന്തിനാ ഈ പ്രസവത്തിനും അതിനും ഇതിനൊക്കെ ഇങ്ങനെ വരുന്നത്? ഇവിടെ ലേബർ റൂമിലൊന്നും മുസ്ലിംസ് മാത്രമല്ലല്ലോ, സിസ്റ്റേഴ്സും ഡോക്ടേഴ്സും ഒക്കെ ഉള്ളത്, എല്ലാ മതസ്ഥരില്ലേ, കൂടുതലും ക്രിസ്ത്യാനിറ്റി ആയിരിക്കും, പിന്നെ ഹിന്ദുസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് മുസ്ലിം ഗൈനക്കോളജിസ്റ്റിനെ തന്നെ വേണം, സ്ത്രീ ഗൈനക്കോളജിസ്റ്റ്. അതെ. അപ്പൊ ഞാൻ പറയാ, എന്തൊക്കെ ഇവര് ചിന്തിച്ച് വെച്ചേക്കണേ. അതായത് ഒന്നും വേണ്ട, ഹസ്ബൻഡ്, ഇപ്പൊ എന്റെ ഒരു കൂട്ടുകാരി, ഒരു മുസ്ലിം കൂട്ടുകാരിയുടെ ഹസ്ബൻഡ് മരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ കാണാൻ പോകുന്നത് അവളോടുള്ള സ്നേഹം കൊണ്ടാണ്. പക്ഷെ അവിടെ ഞാൻ ഹിന്ദു ആണ് എന്നുള്ള പേരിൽ എന്നെ മാറ്റി നിർത്തപ്പെടുമ്പോൾ അത് ഞാൻ ആദ്യം വിചാരിച്ചാൽ പറഞ്ഞല്ലോ മതത്തിന്റെ വിശ്വാസം, പിന്നെയാണ് അതായത് ഹിന്ദുക്കൾ കാണുന്ന അറാമാണ് എന്നാണ്, അതായത് ആണുങ്ങൾ കാണുന്ന പോലെയാണ് എന്നാണ് വിശ്വസിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോഴും ഉണ്ടോ നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ? ഇപ്പോഴും ഉണ്ട് അങ്ങനെ, ഇപ്പോഴും അങ്ങനെ തന്നെയാ. ഇപ്പൊ ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് എന്റെ ഹസ്ബൻഡ് ഏട്ടന്റെ മക്കളെ ഫോട്ടോ പോലും എനിക്ക് സെൻഡ് ചെയ്ത് തരൂല. ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കില്ല. അതുപോലെ ഞാൻ ചാണകം ഇട്ടിട്ടാണ് അത്ര ഭക്ഷണം ഉണ്ടാക്കുക. ഇങ്ങനെയൊക്കെയാണ് ചിന്തിച്ചേക്കണേ. അതായത് ഹിന്ദുസ് ചാണകം ഇട്ടിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുക. എന്തൊക്കെയാ കൂടോത്രക്കാരാണ്, ഞാനത് കൂടോത്രക്കാരിയാണ്. എന്റെ അമ്മയ്ക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനാണ് അത്ര ചെയ്യുന്നത്, എനിക്കറിയില്ലത്. വളരെ ഇതായിട്ട് അപ്പൊ സത്യം പറഞ്ഞപ്പോ ഞാൻ പറയും, എന്തുവാണ് ഇത്, എന്താണ് ഇങ്ങനെ ഇത്രയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണല്ലോ ഇവര് ഈ പുറത്തെ സമൂഹത്തിൽ ഇവർ ജീവിക്കുന്നത് എന്ന്. അതായത് പുറമെ ഒരു മുഖവും ഉള്ളിൽ കുറെ അന്ധമായ വിശ്വാസങ്ങൾ കൊണ്ട് നടക്കുക. അപ്പൊ എനിക്ക് ഇപ്പൊ ഓരോ ഹിന്ദു പെൺകുട്ടികളോടും ഇനിയിപ്പോ ചെറുക്കന്മാരോടായാലും എനിക്ക് പറയാനുള്ളതാണ്, ഒരിക്കലും മതം മാറരുത്. നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങൾ ജീവിക്കുക. നിങ്ങളുടെ കൂടെ നിങ്ങൾ ഏത് ഇതിൽ ജീവിക്കണോ അതിൽ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ തയ്യാറാണെങ്കിൽ വരിക. അവരുടെ സ്വാതന്ത്ര്യം അവരെടുക്കട്ടെ. ഇപ്പൊ അവർ മുസ്ലിം ആണെങ്കിൽ അവർ മുസ്ലിമായി ജീവിക്കട്ടെ, പിന്നെ അവൻ ഹിന്ദു ആണെങ്കിൽ അവൻ ഹിന്ദുവായിട്ട് ജീവിക്കട്ടെ. അല്ലാണ്ട് മതം മാറി പോകരുത്. അവിടെ എപ്പോഴും നമ്മളൊരു രണ്ടാം തരക്കാരി ഇരിക്കും.